നമ്മുടെ മുരിങ്ങക്കറി തിളയ്ക്കാനുണ്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അല്ല, ഫസ്റ്റ് തുടങ്ങി വിട്ടുപോയത്. വേണ്ട, ഞാനെങ്ങനെയാണെന്ന് അറിയിക്കാം. മുരിങ്ങ പരിപ്പ് നന്നായി വേവിച്ച് ജീരകം തേങ്ങയൊക്കെ അരച്ച് നന്നായി ഇച്ചിരി വെളുത്തുള്ളി ഇടും കേട്ടോ. ഞാൻ വെളുത്തുള്ളി ഇട്ട് എന്നിട്ട് നന്നായി അരച്ചതിന് ശേഷം കലക്കി മുരിങ്ങ നന്നായി പരിപ്പ് വെന്തതിന് ശേഷം കുക്കർ ഓഫ് ചെയ്തു. 2-3 വിസിൽ. വലിയ പരിപ്പാണെങ്കിൽ ഇതിപ്പോൾ വലിയ പരിപ്പാണ്. നമ്മൾ ഓണത്തിന് മേടിച്ച നല്ല വലിയ പരിപ്പാണ്. അപ്പോൾ നമ്മൾ അതവിടെ വെച്ച് നന്നായി 3-4 വിസിൽ വന്നു. അപ്പം നല്ല വെന്തു, നല്ല പാകമായി. അപ്പോൾ ഓഫ് ചെയ്തു. ഒരു 3-4 വിസിൽ ഓഫ് ചെയ്തു. അപ്പം ഓഫ് ചെയ്തതിന് ശേഷം നല്ല വെയിറ്റൊക്കെ പോയതിന് ശേഷം തുറന്നു. നമ്മുടെ ജീരകം, കുരുമുളക്, എന്താണ് പറയുക, തേങ്ങ കൂട്ടി അരച്ച് ഒരു ഇച്ചിരി വെളുത്തുള്ളി ഇടും. എന്നിട്ട് അത് അരച്ചതിന് ശേഷം അതിൽ കലക്കി ഒഴിച്ചു. നമ്മൾ കറി പാകത്തിന്, നമ്മുടെ കറീൻ്റെ ഗ്രേവി നല്ല പാകത്തിന് ആക്കിയതിന് ശേഷം തിളച്ച് വരുമ്പോൾ നമ്മുടെ മുരിങ്ങ ഇട്ടു. മുരിങ്ങ എൻ്റെ അമ്മയൊക്കെ പറയുന്നത് 3 തിള എന്നൊക്കെ കേട്ടോ. നമുക്ക് കറി വയ്ക്കാനൊന്നും പണ്ടറിയില്ല. അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞു തരാറുണ്ട്. അമ്മ ചെയ്യുന്ന പോലെ ഞാൻ പഠിച്ച്, എൻ്റെ അമ്മ പഠിപ്പിച്ചു തന്നതുപോലെയാണ് ഞാൻ കറി വയ്ക്കണ മുരിങ്ങയൊക്കെ. അപ്പോൾ എന്താ പറയുക, അങ്ങനെയാണ് നമ്മുടെ മുരിങ്ങക്കറി റെഡിയായി. അപ്പോൾ അങ്ങനെ കറിയായി. എല്ലാം തിളച്ച് കുറച്ച് മല്ലിപ്പൊടി, ഞാൻ ഇച്ചിരി മല്ലിപ്പൊടി ഇട്ടു, ലേശം. അങ്ങനെ മുളകും മഞ്ഞളും തേങ്ങയൊക്കെ അരച്ച് നന്നായി അരപ്പ് നന്നായി തിളച്ചതിന് ശേഷം മുരിങ്ങ വാരിയിട്ട് ഒരു 3 തിള എന്നാണ് അമ്മ പറഞ്ഞു തന്നേക്കണത്. അപ്പോൾ നമുക്ക് 3 തിളയാണെങ്കിലും കുറച്ചുകൂടി ആയി. അപ്പോൾ ഓഫ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കുന്നുള്ളൂ. 2-3 തുള്ളി ഒഴിക്കുള്ളൂ. മതി, കുറച്ച് മതി. ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുരിങ്ങക്കറി റെഡി. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ, ലൈക്ക് ബട്ടൺ അമർത്തണേ. ഓക്കെ, ബൈ.